പണ്ടുള്ള അമ്മമാരൊക്കെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നല്ലോ. അന്ന് ഇതുപോലെ ഫോൺ കാണിച്ചിട്ടൊന്നും അല്ല ഭക്ഷണം കൊടുത്തിരുന്നത്. ഇപ്പോഴുള്ള അമ്മമാർക്ക് ഇതെല്ലാം മടിയാണ്. ഇപ്പം എൻ്റെ മോളുടെ കാര്യത്തിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു ഭക്ഷണം കഴിക്കാൻ. അപ്പം ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ട് ഫോൺ കാണിച്ച് കൊടുത്താലോ എന്ന്. ദേ കൈ വായിൽ വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് തട്ടുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്യും. പക്ഷെ ശരിക്കും പറഞ്ഞത് കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കുട്ടി കാണിക്കേണ്ട ഒരു സാധനമാണ്. ഹലോ എവരി വൺ, വെൽക്കം ടു സൈക്കോളജി ആൻഡ് ലൈഫ് ബൈ കാവേരി. ഇന്ന് ഞാനൊരു സൈക്കോളജി ടോപ്പിക്കായിട്ടല്ല വന്നിരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ ഈ ചാനലിൽ ആക്ച്വലി സൈക്കോളജി റിലേറ്റഡ് ആൻഡ് എൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സും ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഒരുപാട് അമ്മമാർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. അതായത് 6 മാസം ആകുമ്പോഴത്തേനും കുട്ടികൾക്ക് സോളിഡ്സ് കൊടുക്കാൻ ഉള്ള ബുദ്ധിമുട്ട്. ഈ ഒരു വിഷയത്തിൽ അമ്മമാർക്ക് വളരെയധികം കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ടി വരാറുണ്ട്. അതായത് പണ്ടുള്ള അമ്മമാരൊക്കെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നല്ലോ. അന്ന് ഇതുപോലെ ഫോൺ കാണിച്ചിട്ടൊന്നും അല്ല ഭക്ഷണം കൊടുത്തിരുന്നത്. അവർ പുറത്തു കൊണ്ടുപോയി കാക്കയും പൂച്ചയൊക്കെ കാണിച്ചിട്ട് ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഇപ്പോഴുള്ള അമ്മമാർക്ക് ഇതെല്ലാം മടിയാണ്, അല്ലെങ്കിൽ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ എളുപ്പപ്പണി എന്നുള്ള രീതിയിൽ ഫോൺ വെച്ച് കൊടുത്ത് ഭക്ഷണം കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകൾ ഒരുപാട് അമ്മമാർക്ക് കേൾക്കേണ്ടി വരാറുണ്ട്. ബാക്കിയുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുമ്പോൾ അമ്മമാരുടെ സെൽഫ് എസ്റ്റീമിനെ അത് വളരെയധികം ബാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം സംസാരിക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഇതിൽ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല കൂടുതലും വരുന്നത്, പീഡിയാട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് പറയാൻ ഞാൻ ആ ഫീൽഡിൽ ഒരു എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു മദർ എന്നുള്ള രീതിയിൽ, ഒരു അമ്മ എന്നുള്ള രീതിയിലുള്ള എൻ്റെ എക്സ്പീരിയൻസും ഞാൻ വായിച്ചിട്ടുള്ള ചില പഠനങ്ങളിൽ പറയുന്ന കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ഈ സോളിഡ്സ് കഴിക്കാൻ മടിക്കുന്നത് നമ്മൾ അമ്മമാർക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടോ നമ്മുടെ കഴിവുകേട് കൊണ്ടോ ഒന്നുമല്ല. പലപ്പോഴും ഈ ഫോൺ കാണിച്ച് കൊടുക്കേണ്ടി വരുന്നത് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് അമ്മമാരുടെ ഒരു ഹെൽപ്ലെസ്നെസ് കൊണ്ടാണ്. അവരുടെ ഒരു നിസ്സഹായാവസ്ഥ. ഒരു രീതിയിലും കുട്ടീനെ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. ഭക്ഷണം കഴിക്കാണ്ട് കുട്ടി അണ്ടർ വെയ്റ്റ് ആയി പോയാലോ, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നാലോ അപ്പോഴും ബ്ലെയിം നമ്മുടെ തലയിൽ തന്നെ വരുമല്ലോ. നമ്മുടെ ഒരു കൺസേൺ കൊണ്ടാണ് വേറെ ഒരു ഓപ്ഷനും ഇല്ലാണ്ട് വരുമ്പോൾ പലപ്പോഴും ഫോൺ വെച്ച് കൊടുക്കേണ്ടി വരുന്നത്. പക്ഷേ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാനതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഫോൺ വെച്ച് കൊടുക്കരുത് എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ അമ്മമാർ എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഇപ്പോൾ വീട്ടിൽ ഒരുപാട് ആളുകളില്ല. പിന്നെ വീട്ടിലുള്ളവരാണെങ്കിലും ടി വി, മൊബൈൽ ഇതിലൊക്കെ നോക്കിയിരിക്കുന്നവരാണ്. പണ്ട് കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പൂപ്പനമ്മമാരൊക്കെ ഉണ്ട്, ടി വി പല വീടുകളിലില്ല. അപ്പോൾ കുട്ടികളെ നോക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അപ്പൂപ്പനമ്മമാർ സീരിയൽസ് കാണുമായിരിക്കും, അല്ലെങ്കിൽ മൊബൈലിലായിരിക്കും. അപ്പോൾ കുട്ടികളെ നോക്കാനും ഡിഫിക്കൽട്ടാണ്. കുട്ടീനെയും നോക്കുക, വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുക, ഇത് രണ്ടും കൂടി അമ്മമാർക്ക് പറ്റാണ്ടാവുമ്പോഴും മൊബൈൽ ഫോൺ വെച്ച് കൊടുത്ത് ഇരുത്തേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നറിയാം. അപ്പോൾ അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് കൊടുക്കാം എന്നുള്ളതല്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ സോളിഡ്സ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 90 കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് കുറുക്ക് കൊടുത്ത് തുടങ്ങും. ചിലരൊക്കെ പറയുന്നിട്ടുണ്ട് 56 ആകുമ്പോഴത്തേനും കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ഏർലി ഏജിൽ സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള റിലാക്റ്റൻസ് കുറയ്ക്കും, ഭക്ഷണം കഴിക്കാനുള്ള മടി കുറയ്ക്കും എന്നുള്ളത് പഠനങ്ങളിൽ പറയുന്നുണ്ട്. നമ്മൾ 6 മാസം വരെ വേറെ ഒരു ഫുഡും കഴിക്കാണ്ട് മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുട്ടികളാകുമ്പോഴേക്കും അവർക്ക് പുതിയൊരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി 2021 യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ളൊരു സ്റ്റഡി ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ഈ പഠനത്തിൽ പറയുന്നുണ്ട്, ഇപ്പം നമ്മുടെ WHO റെക്കമെൻഡ് ചെയ്യുന്നത് 6 months എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. WHO മാത്രമല്ല, അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്, അമേരിക്കൻ കോളേജ് ഓഫ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി, അമേരിക്കൻ അക്കാഡമി ഓഫ് ഫാമിലി ഫിസിഷ്യൻസ്, ഇവരെല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് 6 months എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. പക്ഷേ യൂറോപ്യൻ സൊസൈറ്റി ഓഫ് പീഡിയാട്രിക് ഗാസ്ട്രോഎൻട്രോളജി, ഹെപ്പറ്റോളജി ആൻഡ് ന്യൂട്രീഷൻ പറയുന്നത് 4 മാസത്തിന് മുമ്പ് കുട്ടികൾക്ക് സോളിഡ്സ് കൊടുക്കാൻ പാടില്ലെന്നും 6 മാസത്തിൽ കൂടുതൽ കൊടുക്കാതിരിക്കാൻ പാടില്ലെന്നുമാണ്. അതായത് 6 മാസത്തിൽ കൂടുതൽ ഡിലേ ചെയ്യിപ്പിക്കാൻ പാടില്ല. നമ്മൾ സോളിഡ്സ് കൊടുത്തു തുടങ്ങുമ്പോൾ 6 മാസം എന്ന് പറയുന്നത് ഏറ്റവും വൈകിട്ടുള്ളൊരു സമയമാണ്. അതിനേക്കാളും നമ്മൾ ഒരിക്കലും വൈകിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ 4നും 6നും ഇടയ്ക്ക് ഒരു സെൻസിറ്റീവ് പീരീഡ് ഉണ്ട്. അത് കുട്ടികൾ സോളിഡ്സ് എടുക്കാനായിട്ട് ഏറ്റവും അവർക്ക് പറ്റുന്ന ഒരു സമയം. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ കാണിക്കുന്ന വില്ലിങ്നെസ് കുറച്ച് ബെറ്റർ ആയിരിക്കും എന്ന് ഈ പഠനത്തിൽ പറയുന്നുണ്ട്.
അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾ 4 മാസത്തിലെ സോളിഡ്സ് കൊടുക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 6 months വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് പറയുന്നത് അതിൻ്റെ പല ബെനിഫിറ്റ്സും കൊണ്ടാണ്. അപ്പോൾ സോളിഡ്സ് കഴിക്കാൻ കുട്ടികൾക്ക് ഇത്തിരി മടി ഉണ്ടാവും എന്നുള്ളൊരു പ്രോബ്ലം മാത്രം അതിനകത്ത് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്കറിയാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു അമ്മയല്ലാത്തത് കൊണ്ടാണ് എന്നൊന്നും വിചാരിച്ചാരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട്. നമ്മളൊരു 4 മാസം ആകുമ്പോഴത്തേനും കുട്ടികൾക്ക് സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അവരെ ഫീഡ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസ് കുറവായിരിക്കുമെന്നും ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഫുഡ് കഴിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നതായിട്ടും പഠനത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ നിലവിലെ പീഡിയാട്രീഷ്യൻസ് പറയുന്നത് എന്താണ് എന്നുള്ളതനുസരിച്ച് കൊടുക്കുക. പിന്നെ 6 months എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുമെങ്കിലും പീഡിയാട്രീഷ്യൻസ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡെവലപ്മെൻറ്റൽ ഏജ് ഉണ്ട്. അതായത് കുട്ടി പറയുന്ന ഒരു 4 മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോളിഡ്സ് കൊടുക്കാവുന്നതാണ്. ഒന്നാമത്തത് ഫേസിക് ബൈറ്റ് ആൻഡ് റിലീസ് റിഫ്ലെക്സ് എന്ന് പറയും. അതായത് നമ്മൾ അവരുടെ മോണയിൽ തൊട്ട് കഴിഞ്ഞാൽ വായ അവർ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക എന്നുള്ളൊരു റിഫ്ലെക്സ് കാണിക്കണം. നമ്മൾ ഏതാണ്ട് ചവയ്ക്കുന്നത് പോലെ, അഡൽട്ട്സ് ചവയ്ക്കുന്നത് പോലെ ഒരു സർക്കുലർ മോഷൻസിൽ ചവയ്ക്കാൻ അവർക്ക് പറ്റില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് മൗത്ത് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ആ ഒരു റിഫ്ലെക്സ് കാണിക്കാനുള്ള ഒരു ഡെവലപ്മെൻറ്റ് അവർക്ക് ആയിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അവർക്ക് ഹെഡ് കൺട്രോൾ ഉണ്ടായിരിക്കണം, തല ഉറച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ട്രങ്ക് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് മിനിമം സപ്പോർട്ടോടുകൂടി അവർക്ക് ഇരിക്കാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് ചാരിയെങ്കിലും നമുക്ക് അവരെ ഇരുത്താൻ പറ്റണം. കിടത്തി കുറുക്ക് കൊടുക്കുക എന്നുള്ളതൊരു നല്ല അപ്രോച്ച് അല്ല. അതുകൊണ്ട് അവർക്ക് ഇരിക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. പിന്നെ നാലാമത്തെ ഒരു കാര്യം, അവർക്ക് വായിലേക്ക് കൈ കൊണ്ടുവരാൻ പറ്റണം, അല്ലെങ്കിൽ സാധനങ്ങൾ വായിൽ വെക്കണം എന്നുള്ളത്. അത് ആക്ച്വലി ഒരു ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺ ആണ് കേട്ടോ. അപ്പോൾ ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഈ വായിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നത് പലർക്കുള്ളൊരു തെറ്റിദ്ധാരണ, ഇത് മോശമാണ്, ദേ കൈ വായിൽ വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് തട്ടുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്യും. പക്ഷെ ശരിക്കും പറഞ്ഞത് കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കുട്ടി കാണിക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അതിന് നമ്മൾ കുട്ടികളെ ക്രിട്ടിസൈസ് ചെയ്യുമൊന്നും വേണ്ട. അത് കാണിക്കുന്നു എന്നുള്ളതിനർത്ഥം നമ്മുടെ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നോർമലായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പം മിക്കവാറും കുട്ടികൾ ഈ പറയുന്ന 4 കാര്യങ്ങൾ കാണിക്കാൻ ഒരു 6 മാസം പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ 6 മാസം ആകുമ്പോൾ സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. പക്ഷേ ചില കുട്ടികൾ 5 മാസം ആകുമ്പോഴേക്കും ഇതെല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ ആക്ച്വലി സോളിഡ്സ് കൊടുക്കാവുന്നതാണ്. ഇപ്പം എൻ്റെ മോളുടെ കാര്യത്തിലേക്ക് ഒരു 5 മാസം ആയപ്പോഴത്തേനും ഈ മൈൽ സ്റ്റോൺസ് എല്ലാം അച്ചീവ് ചെയ്തു. പക്ഷേ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ഫോർ 6 months എന്നുള്ള ഒരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ ഉള്ളത് കൊണ്ട് ഞാൻ 6 മാസമായിട്ടാണ് സോളിഡ്സ് കൊടുത്ത് തുടങ്ങിയത്. ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് ഇൻ റിസർച്ചിൻ്റെ ബേസിസിലാണ്. നിങ്ങളുടെ പീഡിയാട്രീഷ്യനോട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം ഡെസിഷൻസ് എടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുട്ടി ഭക്ഷണം കഴിക്കാൻ മടിക്കുന്നത് നമ്മുടെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ അമ്മമാരുടെ കുഴപ്പം കൊണ്ടോ അല്ല. അതിൽ ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മൾ ലേറ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ എൻ്റെ മോളുടെ കാര്യത്തിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു ഭക്ഷണം കഴിക്കാൻ. അപ്പം ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ട് ഫോൺ കാണിച്ച് കൊടുത്താലോ എന്ന്. പക്ഷെ നമ്മൾ കൊടുത്തില്ല. പിന്നെ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴേക്കും 1 മാസത്തോളം ആൾക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല, എപ്പോഴും പാല് തരാൻ അമ്മ ഉണ്ടാവില്ല, അതുകൊണ്ട് നമ്മുടെ നിലനിൽപ്പിന് ഭക്ഷണം കഴിച്ചേ പറ്റൂന്ന്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഒരു മനുഷ്യജീവി ആയതുകൊണ്ട് നമ്മുടെ എക്സിസ്റ്റൻസിന് എന്തായാലും ഭക്ഷണം കഴിക്കണമല്ലോ. കുറേ ദിവസമൊന്നും ഭക്ഷണം കഴിക്കാതെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ വേറൊന്നും കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ എന്തായാലും കഴിക്കേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ 2-3 ദിവസം കഴിക്കാതെ 1 സ്പൂൺ കുറുക്ക് മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ തന്നെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ഫീഡ് ചെയ്യാൻ നോക്കുക. ഇനി ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഒട്ടും പറ്റുന്നില്ലെങ്കിലും അത് നമ്മുടെ കുഴപ്പമല്ല എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ ഫ്രം അവർ ചാനൽ. താങ്ക് യു.